ഏവർക്കും ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ക്ലാസ് അധ്യാപകർക്ക് കുട്ടികളുടെ രജിസ്ട്രേഷൻ നടത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സേവ് ആൻഡ് ഇനിഷ്യേഷൻ എന്നുള്ള ഒരു സ്റ്റെപ്പ് നമ്മൾ കണ്ടിരുന്നതാണ്. ഈ ഒരു സ്റ്റെപ്പിലേക്ക് കടക്കുന്നത് HM ലോഗിനിൽ സേവ് ആൻഡ് ഇനിഷ്യേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു ഘട്ടത്തിലേക്ക് കടക്കേണ്ടത്. നമുക്ക് ഐ എക്സാം എന്ന ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഐ എക്സാം ഐക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ടീച്ചറിൻ്റെ പേരും ഡിവിഷനും ഒക്കെ കാണിക്കുന്നത് ഓക്കെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഐ എക്സാമിലേക്ക് കടക്കാം. ഇതിന് ലെഫ്റ്റ് സൈഡിൽ പ്രീ എക്സാമിനേഷൻ എന്ന് കാണാം. പ്രീ എക്സാമിനേഷന് താഴെ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ്, അതിന് താഴെ കാൻഡിഡേറ്റ് റെഗുലർ എന്നുള്ളതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ സെർച്ച് ബൈ അഡ്മിഷൻ നമ്പർ എന്നൊരു ഭാഗമുണ്ട്. ഇവിടെയെല്ലാം നമുക്ക് കുട്ടികളെ ആഡ് ചെയ്യാനുള്ളത് ചേർക്കേണ്ടത്. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഏതെങ്കിലും കുട്ടിയെ സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. പുതുതായി ഒരു കുട്ടിയെ ചേർക്കുന്നതിന് വേണ്ടി ആഡ് ന്യൂ കാൻഡിഡേറ്റ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് നൽകുന്നു. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുകയാണ്. ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇമ്പോർട്ട് ഡേറ്റ ഫ്രം സമ്പൂർണ്ണ. റെഗുലർ കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത്. ഇനി ARC പോലുള്ള കുട്ടികളുടെ കേസിലാണ് നോ ഐ ആം ഓക്കെ വിത്ത് ന്യൂ എൻട്രി എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ഫ്രഷ് ആയിട്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടത്. റെഗുലർ കുട്ടികളെ സംബന്ധിച്ച് ഇത് തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിൽ കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ ഒരു വിൻഡോ ആണ് തുറന്നു വരുന്നത്. അവിടെ കാൻഡിഡേറ്റ് ടൈപ്പ് നമുക്കറിയാം സ്കൂൾ ഗോയിങ് കാൻഡിഡേറ്റ് ആണ്. അതുപോലെ കുട്ടിയുടെ ഇംഗ്ലീഷിലെ പേര് എവിടെയാണ്, മലയാളം പേര് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് നൽകേണ്ടതുണ്ട്. അവിടെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം സ്പേസ് ബാർ അടിക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് മലയാളത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ജെൻഡർ, ക്ലെയിം, ഏജ് റിലാക്സേഷൻ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ചേർക്കേണ്ടതായിട്ട് വരുന്നത് ഇപ്പോൾ ഇവിടെ ജില്ല അഡീഷണലായിട്ട് ചേർക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ജില്ലയും താലൂക്ക്, പഞ്ചായത്ത് തുടങ്ങിയ കാര്യങ്ങൾ തന്നെ അഡീഷണലായിട്ട് ഇപ്പോൾ ചേർക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ലോക്കൽ ബോഡിയും സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ മീഡിയം സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിൽ ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജിലും കൃത്യമായിട്ട് വരുന്നുണ്ട്. ആധാർ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഫിസിക്കൽ സ്റ്റാറ്റസും നമ്മൾ സെലക്ട് ചെയ്ത് ഏതാണ് ഫിസിക്കൽ സ്റ്റാറ്റസ് എന്ന് കൊടുക്കണം. ഫോട്ടോ കൃത്യമായിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഇനി ഏതെങ്കിലും കുട്ടികൾ വന്നില്ല എങ്കിൽ അത് ബ്രൗസ് ചെയ്ത് കൊടുക്കണം. ഇത്തരം കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ കഴിയും. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കുട്ടിയുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതാണ്. ഇനി പുതുതായിട്ട് ഒരു കുട്ടിയെ ചേർക്കണമെങ്കിൽ വീണ്ടും ആഡ് ന്യൂ കാൻഡിഡേറ്റ് വഴി നമുക്ക് ചെയ്യാം. ഇനി കുട്ടിയുടെ ഡീറ്റെയിൽസ് കാണുന്നതിന് കണ്ണിൽ ക്ലിക്ക് ചെയ്താൽ മതി. എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പെൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ആ കുട്ടിയെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇത്തരത്തിൽ എല്ലാ കുട്ടികളുടെയും എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ കാൻഡിഡേറ്റിൻ്റെ താഴെ ചെക്ക് ലിസ്റ്റ് ഫോർ പാരൻസ് എന്നുണ്ടെന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ പാരൻസിൻ്റെ ചെക്ക് ലിസ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് രക്ഷിതാക്കൾ കാണുന്നതിനായിട്ട് നൽകാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.